നല്ലൊരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ. അത് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല വറ്റിച്ചെടുത്ത് കണവ റോസ്റ്റിൻ്റെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 3 സവാള എടുക്കാം. 3 സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിനാവശ്യമായ പച്ചമുളക് ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുക. എണ്ണയിൽ വഴറ്റുന്നതിന് മുൻപ് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കയും 2 ഗ്രാമ്പും കൂടെ ഇതിനകത്ത് ചേർക്കാവുന്നത്. അതിനുശേഷം നമ്മുടെ മസാലകൾ ചേർക്കാം കേട്ടോ. മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല ഇത്രയാണ് ചേർക്കുന്നത്. അതിൽ മഞ്ഞൾപ്പൊടി നമ്മൾ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു 2, എൻ്റെ സ്പൂൺ ചെറുതായതുകൊണ്ട് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണ്, ചെറിയ സ്പൂണിന് തന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഗരം മസാല ചേർക്കാം. നമുക്ക് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതോ വാങ്ങിച്ചതോ ആയ ഗരം മസാല ഇതിൽ ചേർക്കാം. എന്നിട്ട് കുരുമുളക് ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഈ മസാല നന്നായിട്ട് റോസ്റ്റ് ആവണം. റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണേ. നന്നായിട്ട് വെന്ത് വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ചേർത്ത് ഒന്നുകൂടി വഴറ്റി അതിലേക്ക് നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് ചതച്ചത് ബാലൻസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൊടുത്ത് ഇതും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കുറച്ച് നേരം വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഈ കണവയ്ക്കകത്തുനിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നും ഇതിൽ വരുന്നില്ല. അടച്ച് വെച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം, ഇതിന് ഇച്ചിരി വേവ് കൂടുതലുണ്ട്. വെന്തതിന് ശേഷം നമുക്കിത് വെള്ളം വറ്റിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം വെന്തതിന് ശേഷം. അതല്ല വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ, റോസ്റ്റല്ലേ നമ്മൾ, അപ്പോൾ വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഈ റെസിപ്പി ഉണ്ടല്ലോ നമുക്ക് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു.